പെരുമ്പാവൂർ മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു നാടിനും സമൂഹത്തിനും വെളിച്ചമായി മാറിയ വിദ്യാലയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സനിത റഹീം. സ്ഥാപനത്തിന്റെ ഉയർച്ച നാടിന്റെ ഉയർച്ചയാണെന്നും അവർ പറഞ്ഞു. മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 104 വർഷങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഈ പ്രദേശത്തിന് അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണർവുണ്ടാകുന്നതിന് വേണ്ടി ദീർഘദൃഷ്ടിയായ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ശ്രീ കൊച്ചിൻപിള്ള എന്ന ആ മഹത് വ്യക്തി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് നൽകിയ ഇന്ന് ഏതാണ്ട് 2.5 ഏക്കറോളം വിസ്തൃതിയിലുള്ള ഈ സ്ഥലം സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. പിന്നീട് ഈ നാട്ടിലെ ജനപ്രതിനിധികളും പൗര പ്രമുഖരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് ഇത്രയും വിസ്തൃതമായ രീതിയിൽ ഭൂമി നമുക്ക് ഈ സ്കൂളിന് ലഭ്യമായത്. 3 ഹയർ സെക്കൻഡറി സാധാരണ ഒരിടത്തും അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ മൂലം അന്ന് നമുക്ക് മുടിക്കൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയി ഉയർത്തിത്തരികയുണ്ടായി. തീർച്ചയായും ഇന്ന് ഈ സ്കൂളിൻ്റെ നിലനിൽപ്പ് തന്നെ ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളായി മാറ്റിയത് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ചടങ്ങിൽ PTA പ്രസിഡന്റ് KN നൌഷാദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. നാഷണൽ മാർഷൽ ആർട്സ് ചാമ്പ്യനും സിനിമാ താരവുമായ അംജദ് മൂസ, ജീവകാരുണ്യ പ്രവർത്തകൻ PMA സലാം എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീർ തുകലിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ കബീർ, സുധീർ മുച്ചേത്ത്, പ്രിൻസിപ്പൽ M അബ്ദുൽ ഷുക്കൂർ, പ്രധാന അധ്യാപകൻ PM റഷീദ്, SMC ചെയർമാൻ നിഷാദ് അലിയാർ, PTA വൈസ് പ്രസിഡന്റ് ഷൈജി അൻസാർ, NS സിമി, S പ്രിയ, MB രജനി, സ്കൂൾ ചെയർമാൻ ബിലാൽ, വൈസ് ചെയർമാൻ PA മുഹമ്മദ് അഫ്സർ എന്നിവർ സംസാരിച്ചു. ഈ നാട്ടിൽ മരിച്ചുപോയ PKB കൊച്ചുപിള്ള എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് സമ്പത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്താണ് പെരുമ്പാവൂർ ദശസാൽകൃത റൂട്ടിൽ KSRTCയുടെ റൂട്ടിൽ മുടിക്കലില് സ്കൂൾ പടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് 40 സെന്റിൽ തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിച്ചുകൊണ്ടാണ് ഈ സ്കൂൾ ആ ഒരു വലിയ മനുഷ്യൻ തുടങ്ങിയത്. പിന്നീട് 1951 30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ സ്കൂളും ആ കെട്ടിടവും സർക്കാരിന് കൈമാറുകയാണ് ഉണ്ടായത്. ഏകദേശം അങ്ങനെ പോയി ഏകദേശം 104ാം വർഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ മഹിമയും അതിൻ്റെ പെരുമയുമൊക്കെ എന്ന് പറയുന്നത് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ്. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരെല്ലാം പറയുന്നത് ഞങ്ങൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അറിയാതെ സന്തോഷമുള്ള കാര്യമാണ്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.